എമ്പുരാൻ സിനിമയെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആർക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു പ്രശ്നമുള്ള കേസല്ല. ആരും ഇതിൻ്റെ മുമ്പിൽ കമൻറ്റിൽ വന്നിട്ട് തെറി വിളിക്കാനോ പിടിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞേ പറ്റും. കാരണം ഞാൻ ഈ സിനിമ കാണാൻ ചെല്ലുന്ന സമയത്ത് വളരെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ പോയി പടം കാണാൻ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് പീക്കാണ്. കാരണം കുറേ നാളുകളായിട്ട് ഈ സിനിമയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സിനിമ ഏത് ലെവലായിരിക്കും എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് വെച്ചിട്ട് ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടിട്ട് ഇതിൽ ഇന്ന ആളായിരിക്കും വരിക, ആരായിരിക്കും ഫസ്റ്റത്തെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കുക എന്നൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇന്ന ആൾ വരിക, അങ്ങനെ ഒരു ധാരണയൊക്കെ വെച്ചിട്ട് ഞാനിരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീർത്തും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഓരോ ഷോട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ഷോട്ടും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാള പടമാണെന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ജാതി പരിപാടിയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. മൊത്തം പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താണോ നമ്മളോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലെ നിൽക്കും. നമുക്ക് ഒരിക്കലും ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനൊരു സാധനമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോരോ ഷോട്ടുകളും വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഇത് മതി, ഫസ്റ്റ് ഹാഫ് ഇത് കണ്ടാൽ മതി തന്നെ കാശ് മുതലാന്നുള്ളത് പറഞ്ഞിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റോളം മോഹൻലാൽ ഇഴിഞ്ഞാടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സമയത്ത് നമ്മൾ ഓളിയിട്ട് നമ്മുടെ തൊണ്ടയ്ക്ക് വരെ, എനിക്കിപ്പോൾ എൻ്റെ ത്രോട്ടിന് നല്ല ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അമ്മാതിരി പരിപാടി പിടിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത് സീറ്റിൻ്റെ എഡ്ജിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാടിനിട്ട് പമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അത് ആ ലാലേട്ടനെ കണ്ടുകൊണ്ട് മാത്രമാണ്. ആ മനുഷ്യനെ ഇത്ര അധികം ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആരാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം അതേപോലത്തെ ഒരു ഹൈ നമുക്ക് ആ സിനിമയിൽ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. സിനിമ ആവാൻ വെച്ചാൽ ഇങ്ങനെ തന്നെ വേണം. കാരണം ഇതിൻ്റെ ഒരു കോണ്ടൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള എല്ലാ ഏരിയയും അവർ സംസാരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിനെല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് വിമർശിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ പലർക്കും അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്. അവരൊക്കെ അസ്വസ്ഥപ്പെടുന്നത് തന്നെയാണ്. കാരണം ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമ കൊമേഴ്ഷ്യലി വരുന്ന സമയത്ത് ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നായകനെ മാത്രമാണ്. ആ നായകനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാസം പരിപാടികളാണ് വരുന്നതെങ്കിൽ ഇവിടെ കോണ്ടൻ്റാണ് ഏറ്റവും വലിയ ഹീറോ. അതിന് മുരളി ഗോപിക്ക് വലിയൊരു നന്ദി. ആൾ എന്താണോ നമ്മളോട് സംസാരിച്ചത്, ആൾ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ ഏറ്റവും അധികം ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസി, ലൂസിഫർ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന പരിപാടി 3 ഇതിലും പോകുമ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ കിങ് എന്ന് പറയുന്നത് കോണ്ടൻ്റ് ആയിരിക്കും. ഇതിൽ മോഹൻലാലോ പൃഥ്വിരാജോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നുമല്ല. ഇവർ സംസാരിക്കാൻ പോകുന്ന പ്രമേയം എന്താണോ അത് ആൾക്കാർ അറിയേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ച് പോയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം രാജുവേട്ടൊരു ഷോട്ട് വെച്ചു. ആ ഷോട്ട് വയ്ക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ ഷോട്ട് വയ്ക്കുന്ന സമയത്ത് ആ ഷോട്ടിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവയ്ക്കുന്ന രീതിയിലാണ് ദീപക് ദേവിൻ്റെ മ്യൂസിക് വന്നിട്ടുള്ളത്. മിസ്സിങ് ആവുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എവിടേക്ക് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ അടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ദീപക് ദേവ് പിടിച്ചിട്ടുള്ളത്. ഓരോ ഷോട്ടും വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ എൻറ്റയർ പരിപാടിയിൽ പോകുന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു വലിയൊരു പരിപാടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളൊരു ഈവനിങ് ടൈമും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊരു മസ്റ്റ് വാച്ചായിട്ടും ഇത് പോയി തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. ഇത് വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ഹൈ കിട്ടില്ല. കാരണം അതേപോലെയാണ് അവരിത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന തിയേറ്റർ അത് ഏറ്റവും ടോപ്പ് നോച്ച് തിയേറ്റർ ആണെന്നുള്ളതും ഉറപ്പ് വരുത്തണം. ആ പൂപ്പർ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് ഈ പരിപാടി കണ്ടിട്ട് ഭയങ്കര മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ തെറിയാക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. കാരണം ഈ സിനിമ ഹൈ ക്വാളിറ്റി, അതിൽ ഫസ്റ്റത്തെ ഒരു ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഞങ്ങൾ പരസ്പരം അപ്പം തന്നെ പറയും, എന്തൊരു പരിപാടി ഒരു കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ആ തിയേറ്ററിൽ നിന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്ത്, അതായത് ഉള്ളിലത്തെ എല്ലാ ഇമോഷനും പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചില സീനുകളിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ലാലേട്ടനെ ഇങ്ങനെ കണ്ടു, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ലാലേട്ടനെ ഇങ്ങനെ കാണാൻ സാധിച്ചു. കുറേ നാളുകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അതിൽ സർപ്രൈസിങ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. ഞാനൊന്നും നിങ്ങളുടെ സ്പോയിലേഴ്സിനെ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ ആ ആസ്വാദനത്തെ തടസ്സപ്പെടുത്താൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ചീപ്പായിട്ട് വരാൻ പോകുന്ന ഏതെങ്കിലും പൈറേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും കാണാൻ നിങ്ങൾ നിൽക്കരുത്. ഒരു കാരണവശാലും അങ്ങനത്തെ സാധനം കിട്ടി കഴിഞ്ഞാൽ അത് കാണാനോ പിടിക്കാനോ നിൽക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് മലയാള സിനിമ അതിൻ്റെ
വിശ്വരൂപം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് മേലേക്ക് ഓരോ സിനിമകളും ഇനി ഡെവലപ്പ് ചെയ്യുള്ളൂ, അത് ഉറപ്പാണ്. അതിന് പൃഥ്വിരാജ് സുകുമാരൻ കുറേ കാലങ്ങളായിട്ട് അധ്വാനിക്കുന്നത് വെറുതെ ആയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ എൻ്റെ ഒരു ടീം അവരവരെ വാക്ക് പാലിച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് പടം കാണുക. ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരി.